ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്ത ചപ്പാത്തിയാണ് കേട്ടോ ഗൈസ്. ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, നമുക്ക് ഡയറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഡയറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, എരിവിന് വേണ്ടി. ഇനി ഒരു സവാള. ഇനി നമുക്കിതൊന്ന് കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചപ്പാത്തിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി. ഇനി ഈ ചപ്പാത്തി എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം റോൾ ചെയ്തതിന് ശേഷം കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. ഇത് മാതിരി നൂഡിൽസ് മാതിരിയായിട്ട് വരും കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് കളർ മാറണ വരെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ല രീതിക്ക് നല്ല രീതിക്ക് സവാള ഒന്ന് കളർ മാറി വരുന്ന വരെ ഇളക്കാം. സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഈ തക്കാളി നല്ല രീതിക്ക് സ്മാഷാണ് വരെ മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്മാഷായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് ഞാൻ അവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിക്ക് ഒന്ന് കലക്കി മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മെയിൻ സാധനം. ഇതിൻ്റെ ഫ്ലേവർ നല്ല രീതിക്കൊന്ന് മുന്തി നിൽക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചതായാലും മതി കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പച്ചവെള്ളം. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് ഗ്രേവി ആയി വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എല്ലാ സംഭവവും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മുട്ട കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിലേക്ക് നമ്മൾ എല്ലാ സാധനവും മാറ്റി വെച്ചതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു മുട്ട നല്ല രീതിക്ക് ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ ഗൈസ്. ഈ ഒരു സംഭവത്തിൽ അവിടെ വെച്ച് തന്നെ ചിക്കി എടുക്കണം. നമ്മൾ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ചിക്കി എടുക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ചായിട്ട് നമ്മുടെ മസാലയൊക്കെ മുട്ടയിലേക്ക് വരുന്നു, അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സെയിം പാത്രത്തിൽ വെച്ച് തന്നെ ഈ ഒരു മുട്ട ചിക്കണം കേട്ടോ ഗൈസ്. എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇത് നല്ല രീതിക്കൊന്ന് ചിക്കി കൊടുക്കാം. ഇനി അവസാനം മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കി വരുമ്പോൾ നമുക്കിത് ഈ ഒരു മസാലയും എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചപ്പാത്തി ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ആ ചപ്പാത്തി മസാലയും കൂടി നന്നായിട്ട് പിടിക്കണവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ, എനിക്ക് വീണ്ടും ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ ഗൈസ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കി കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്.